പള്ളിയിൽ പ്രധാനപ്പെട്ട ജമാഅത്തിന് ശേഷം വൈകി എത്തുന്ന ആള് അവിടെ നിസ്കരിക്കുന്നതിന് മുന്നായിട്ട് ആളുകള് മറ്റു ജമാഅത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോ ആ സമയത്ത് നമുക്ക് വിശ്വസ്തരല്ലാത്ത ആളുകൾ ക്ഷണിച്ചാൽ ആ ജമാഅത്തില് മാമൂമായിട്ട് നിൽക്കേണ്ടതുണ്ടോ? അതായത് ജമാഅത്ത് സന്ദർഭത്തിൽ കുറെ ആളുകൾ പുതിയതായി അടുത്ത ജമാഅത്ത് തുടങ്ങാൻ വേണ്ടി ഒരുമിച്ച് കൂടുകയാണ്. അപ്പൊ ആ ജമാഅത്തിലേക്ക് അവർ നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് അവരെ കണ്ടിട്ട് ഒരു തൃപ്തി തോന്നിയില്ല. അപ്പൊ അതിൽ നമ്മൾ തുടരേണ്ടതുണ്ടോ എന്നാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയ മുഴുവൻ മനുഷ്യന്മാരെയും നമുക്ക് തൃപ്തിയാവണം. ആരെയും നമുക്ക് തൃപ്തി ഇല്ലാതിരിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഖാരിയുടെ സഹീഹിൽ കാണാം. നബി സല്ലല്ലാഹു തങ്ങളുടെ സഹാബാക്കളും എല്ലാവരും പഠിപ്പിച്ചത് മൻ ഷഹിദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വസല്ലാ സ്വലാത്തന വസ്തഖ്ബല ഖിബ്ലതന വഅകല ദബിയതന ഫഹുവൽ മുസ്ലിം. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവൻ, നമ്മൾ നമസ്കരിക്കുന്ന നമസ്കാരം നമസ്കരിക്കുന്നവൻ, നമ്മുടെ ഖിബലയിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കുന്നവൻ, നമ്മൾ അറുത്തത് ഭക്ഷിക്കുന്നവൻ മുസ്ലിമാണ്. മുസ്ലിങ്ങൾക്ക് എന്തെല്ലാം ഗുണമുണ്ടോ ആ ഗുണമൊക്കെ അവനുണ്ട്. അതുകൊണ്ട് നമ്മളുടെ മനസ്സിൽ നിന്ന് ആളുകളുടെ മുഖം കാണുമ്പോൾ നമുക്കൊരു തൃപ്തി തോന്നില്ല എന്ന് പറയുന്ന ധാരണ നമ്മൾ തിരുത്തുക. മുസ്ലിമിന്റെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് വല്ലാത്തൊരു കരാറാണ് റബ്ബുമായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു വിശ്വാസിയെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, വൈകി വരുന്ന ജമാഅത്ത് എന്നുള്ള ആശയം നമ്മുടെ ഇടയിൽ വളരെ സജീവമാണ്. നമ്മൾ ഈ വിഷയത്തിൽ പണ്ഡിത ലോകത്തുള്ള ചർച്ചയിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ വൈകുക ജമാഅത്തിന് വൈകുക എന്നുള്ള വിഷയത്തെ കുറിച്ചുള്ള അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ കഴിയുക. മഹാനായ ഇമാം ഷാഫി ഒരിക്കൽ പറഞ്ഞു, ഒരു മഹല്ലിൽ ഒരു ജമാഅത്ത് നടക്കുകയാണെങ്കിൽ വൈകി ഒരാൾ വരികയാണെങ്കിൽ അവർ ജമാഅത്ത് നടത്താനേ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ആ പ്രദേശത്തിന്റെ ഐക്യം തകർക്കപ്പെടുന്നു. ഇപ്പൊ ടൗണിലും അതുപോലെ റോഡ് സൈഡിലുള്ള പള്ളികളുടെ കഥയല്ല ഞാൻ പറഞ്ഞത്. ഒരു നാടിനെ സംബന്ധിച്ച് അവിടുത്തെ ഇമാമ് ആത്മീയമായി അവരുടെ വാപ്പയാണ്. ആ ഒരു കുടുംബമാണ് ഓരോ പ്രദേശവും. നമ്മുടെ കേരളത്തിന്റെ നമുക്കറിയാം ഓരോ പ്രദേശങ്ങളിലും ഉള്ള പള്ളികൾ, ആ പള്ളികൾക്ക് ചുറ്റുമുള്ള വീടുകൾ, ആ വീടുകളുടെ ഉമ്മയാണ് നമ്മുടെ പള്ളി. ആ പള്ളിയിലെ ഇമാമ് നമ്മുടെ ഉപ്പയാണ്. നമുക്ക് ആത്മീയ നേതൃത്വമാണ് അവിടെ നൽകുന്നത്. അവിടെ ഒരിക്കലും തന്നെ ആ ജമാഅത്ത് കഴിഞ്ഞിട്ട് വേറൊരു ജമാഅത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി വരുമ്പോൾ ആ ഐക്യം തകർക്കപ്പെടും എന്നുള്ള ചർച്ച വരെ പണ്ഡിത ലോകത്തുണ്ട്. അപ്പൊ നമ്മൾ കഴിവതും ഇത് വൈകുന്ന ജമാഅത്ത് എന്ന ആശയം ലഘൂകരിക്കാതെ സർവ്വസാധാരണമാക്കാതെ നമ്മുടെ ജമാഅത്ത് ഒന്നാമത്തെ ജമാഅത്ത് തന്നെ ആവണം എന്നുള്ള കണിശത നമുക്ക് വേണം. ഇനി വൈകി വന്നാൽ ജമാഅത്ത് നടത്താൻ പറ്റൂലേ? മസല അങ്ങനെയൊന്നുമല്ല, പറ്റും. പക്ഷെ എങ്കിലും ഈ വിഷയത്തിൽ വളരെ ഗൗരവമേറിയ ചർച്ച പണ്ഡിത ലോകത്ത് നടന്നതുകൊണ്ട് ഒരിക്കലും ജമാഅത്ത് രണ്ടാമതൊന്നും നടത്താനുള്ള അവസ്ഥ ഉണ്ടാകുന്ന രൂപത്തിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ തൊഴിലുകളെ നമ്മൾ കൈകാര്യം ചെയ്യരുത്. അത് ഗൗരവമായി കാണണമെന്ന് ഉണർത്തുകയാണ്. വീണ്ടും ഞാൻ ഉണർത്തുകയാണ്, രണ്ടാമത്തെ ജമാഅത്ത് നടത്താനുള്ള ഒരു സാഹചര്യം ഗ്രാമപ്രദേശങ്ങളിൽ ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക. ഇനി രണ്ടാമതൊരു ജമാഅത്ത് നടന്നാൽ അത് ബാത്തിലൊന്നുമല്ല, സ്വഹീഹ് തന്നെയാണ്. പക്ഷേ അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമായി നമ്മൾ കാണണം. അല്ലാഹു അഅലം.